സാറേ, കെമിസ്ട്രി എക്സാമിന് ഞങ്ങൾക്ക് വരാൻ ചാൻസുള്ള നിർബന്ധമായിട്ടും വരാൻ ചാൻസുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരുമോ സാർ? ഒന്ന് പ്രിഡിക്റ്റ് ചെയ്യുമോ? ഓക്കെ, മക്കൾ ചോദിച്ചതല്ലേ, നമുക്ക് കുറച്ച് പ്രഡിക്ഷൻസ് നടത്തി കളയാം. അഥവാ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ പോവേണ്ടുന്ന കുറച്ച് ടോപ്പിക്സ് അതെന്തായാലും പഠിച്ചു പോയിക്കണം. ബാക്കിയുള്ള ടോപ്പിക്സ് ഒന്നും പഠിക്കണ്ടേ സാർ? അതല്ല അതിൻ്റെ അർത്ഥം. ഇതെന്തായാലും നിങ്ങൾ പഠിക്കാതെ പോകരുത്. അപ്പോൾ അങ്ങനത്തെ ടോപ്പിക്സാണ് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചേക്കണം. ആദ്യം ഞാൻ പറഞ്ഞിരുന്നത് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. നമ്മുടെ ആദ്യത്തെ 4 ചാപ്റ്റേഴ്സുള്ള ടോട്ടൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചെടുക്കേണ്ടുന്ന ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്: ഹെൻറീസ് ലോ, റൗൾസ് ലോ, കൊൾറാഷസ് ലോ, ഫാരഡേസ് ലോ. ഇതൊരിക്കലും നിങ്ങൾ വിട്ടുപോകരുത്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കാം. ഡയറക്റ്റായിട്ട് സ്റ്റേറ്റ് ഹെൻറീസ് ലോ എന്ന് തന്നെ ചോദിക്കണം എന്നൊന്നുമില്ല, പല രൂപത്തിലും ചോദിക്കാം. എനിവേ, ഈ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടോ അതിൻ്റെ അപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം നോട്ട് ചെയ്തോണം, പഠിച്ചെടുക്കണം. സാർ, ഇതെങ്ങനെ നിങ്ങൾ പഠിച്ചെടുക്കും? അത് നമ്മുടെ ലൈവിലുണ്ട്, നമ്മൾ ലൈവിൽ വരും, അതിൻ്റെ ആൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. സിമ്പിളായിട്ട് എങ്ങനെയാണത് പഠിക്കേണ്ടതുള്ള എല്ലാ ഐഡിയാസും നമ്മുടെ ഓൾ ചാപ്റ്റേഴ്സ് മാരത്തോണിൽ ഉണ്ടാനും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പേടിക്കേണ്ട. റെഡി? സ്റ്റേറ്റ്മെൻറ്റ്സ് അതാണ്. രണ്ടാമത്തെ ന്യൂമറിക്കൽസ്. ഏതൊക്കെ ഭാഗത്തുനിന്ന് ന്യൂമറിക്കൽസ് നിർബന്ധമായിട്ടും വരാൻ ചാൻസ് കൂടുതൽ? നമ്മുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഇല്ലടാ, RLVP, എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. അതുമായിട്ട് വന്ന് ഐ തിങ്ക് ഓസ്മോട്ടിക് പ്രഷർ എന്ന് ചോദ്യം വരാനാണ് കൂടുതൽ ചാൻസ്. എനിവേ, ഏതെങ്കിലും വരാം. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഏതെങ്കിലും ഒരു ന്യൂമറിക്കൽ വരും. പിന്നെ കെമിക്കൽ കൈനറ്റിക്സിൽ ആക്ടിവേഷൻ എനർജിയായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമില്ലേ, അറീനിയസ് ഇക്വേഷൻ, അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫാരഡേസ് ലോ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓൾറെഡി പറഞ്ഞു. ഫാരഡേസിൻ്റെ 2 ലോയിലും 2 ഇക്വേഷൻ ആയിട്ട് വരുന്നുണ്ട്. ആ 2 ഇക്വേഷൻ വെച്ചിട്ടും ന്യൂമറിക്കൽ വരാൻ ചാൻസ് ഉണ്ട്. ന്യൂമറിക്കൽ ഇതൊക്കെ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? ഇതിൻ്റെ ഐഡിയ എങ്ങനെ വരും? ന്യൂമറിക്കൽസിൻ്റെ വേറൊരു ലൈവ് നമുക്ക് വരാനുണ്ട്. ഓക്കെ, ആ ന്യൂമറിക്കൽസിൻ്റെ ലൈവ് കാണുന്നതോടെ നിങ്ങൾക്ക് അതും സെറ്റാവും. സോ അതൊന്നും പേടിക്കേണ്ട. നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിയാൽ മതി. ദെൻ എക്സാമ്പിൾസ് സാധാരണ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഐഡിയൽ സൊല്യൂഷൻ്റെയും നോൺ ഐഡിയൽ സൊല്യൂഷൻ്റെയും എക്സാമ്പിൾസ്. അതിൽ തന്നെ നോൺ ഐഡിയലിൽ പോസിറ്റീവ് ഡീവിയേറ്റഡും നെഗറ്റീവ് ഡീവിയേഷൻ്റെയും എക്സാമ്പിളും പഠിക്കണം. ആ എക്സാമ്പിൾ ഉറപ്പിച്ച് പഠിച്ചില്ലേ എന്ന് ഉറപ്പ് വരുത്തണം. അത് പല രൂപത്തിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഗ്രാഫൊക്കെ വെച്ചൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ 0 ഓർഡർ റിയാക്ഷനും ഫസ്റ്റ് ഓർഡർ റിയാക്ഷനുള്ള എക്സാമ്പിൾ അതും മറക്കരുത്. പിന്നെ സ്യൂഡോ ഓർഡർ റിയാക്ഷനുള്ള എക്സാമ്പിൾ. അപ്പോൾ ആ എക്സാമ്പിളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് പോകണം, അതൊന്ന് പഠിച്ചെടുക്കണം. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ്റെ കോൺസിക്വൻസസ് ആയിട്ട് 2 എക്സാമ്പിൾ വരുന്നുണ്ട്, സിർക്കോണിയം, ഹാഫ്നിയം. അതിനെക്കുറിച്ചൊന്ന് പഠിച്ചു വെച്ച് പോകണം. പിന്നെ അലോയ്സിന് എക്സാമ്പിൾ വരുന്നുണ്ട്, ബ്രാസ്, ബ്രോൺസ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ. അതിൻ്റെ എക്സാമ്പിളൊക്കെ ഒന്ന് പഠിച്ചു പോകണം. അപ്പോൾ ആ എക്സാമ്പിളുകളും പഠിച്ചിട്ടില്ലേ എന്ന് ഉറപ്പ് വരുത്തണം. ദെൻ പല രൂപത്തിൽ എന്തുകൊണ്ടാണ് അത് ഇങ്ങനെ, അക്കൗണ്ട് ഫോർ ദി ഫോളോയിങ് എന്നൊക്കെ പറഞ്ഞിട്ട് പല കാരണം എന്താണ്, വൈ എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരുപാട് ക്വസ്റ്റ്യനുകളിൽ നിർബന്ധമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റുകൾ. അലോയ് ഫോം, ഡി ബ്ലോക്ക് എലമെന്റ്സ് അലോയ് ഫോം ചെയ്യുന്നു, എന്തുകൊണ്ട്? ഡി ബ്ലോക്ക് എലമെന്റ്സ് കാറ്റലിറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്, എന്തുകൊണ്ട്? സിങ്ക് എന്ന് പറയുന്ന ഒരു ട്രാൻസിഷൻ എലമെന്റ് അല്ല, എന്തുകൊണ്ട്? അക്വാട്ടിക് സ്പീഷീസ് ആർ മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ, എന്തുകൊണ്ട്? NaClന്റെ ഐ വാല്യൂ അക്വ സൊല്യൂഷനിൽ 2 ആണ്, എന്തുകൊണ്ട്? ആ എന്തുകൊണ്ടുള്ള ചോദ്യങ്ങൾക്കും ആൻസർ സെറ്റ് അല്ലേ എന്ന് മക്കൾ ഉറപ്പിച്ചോണം. അപ്പോൾ റീസൺസും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ അപ്ലിക്കേഷൻസ്, പ്രോപ്പർട്ടീസുമായിട്ട് ബന്ധപ്പെട്ട് ഹെൻറീസ് ലോ ആയിട്ട് ചോദിക്കാം. മിഷ്മെറ്റൽ, അതെന്താണ്, അതിൻ്റെ അപ്ലിക്കേഷൻ എന്താണ്? ഫ്യൂവൽ സെൽ നിർബന്ധമായിട്ടും വരുന്നൊരു ഭാഗം അല്ലേ, ഫ്യൂവൽ സെല്ലിൻ്റെ പ്രോപ്പർട്ടീസും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്, അതും നിങ്ങൾക്ക് ചോദിക്കാം. ദെൻ ഡിഫറൻസുകൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ഒരു 4 പോയിന്റ് പഠിച്ചു വെച്ചോളുക. പ്രൈമറി ആൻഡ് സെക്കൻഡറി ബാറ്ററീസ് തമ്മിലുള്ള ഡിഫറൻസ് ഒരു 3-4 പോയിന്റ് പഠിച്ചു വെക്കുക, അതിൻ്റെ എക്സാമ്പിളും പഠിച്ചു വെച്ചോളുക. ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ, അതിൻ്റെ ഡിഫറൻസുകളും, ഡെൽറ്റ മിക്സ് എച്ച്, ഡെൽറ്റ മിക്സ് വോളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പോയിന്റുകൾ. ഇത്രയും പോയിന്റുകൾ മക്കൾ പഠിച്ചിട്ടില്ലേ എന്ന് ഉറപ്പ്. ഇത് വളരെ നിങ്ങൾ നിർബന്ധമായിട്ടും സ്കിപ്പ് ചെയ്യാതെ പോകേണ്ട ടോപ്പിക് എന്നുള്ള അർത്ഥത്തിൽ എടുത്തതാണ്. ഇതല്ലാതെ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചില്ലേ എന്നങ്ങ് ഉറപ്പ് വരുത്തിക്കണം. ഓക്കെ, അപ്പോൾ എന്നിട്ട് എക്സാം തകർത്ത് എഴുതുക. താങ്ക് യു.